മിനു മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് കയറി ഇറങ്ങുകയാണ്. ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ക്രൈം ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അവരെ ഒരാള് hugged me from the behind. When I turned, it was Jay Surya, and even he kissed me forcefully. Vidavella Babu, Mukesh, and Maniam Balaraju, and Jay Surya are the villains in Malayalam film industry. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി. നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത്. ഈ പരാതിയിലാണ് ഇപ്പോൾ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. രജനി, മുകേഷ് അടക്കമുള്ള സിനിമാ നടന്മാർ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. നമ്മുടെ മിന്നു മുനീർ ചേച്ചിയെക്കുറിച്ച് അറിയാത്തവരാരും ഇല്ല. അറിയാലോ, ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ചേച്ചിയുടെ കുറേ ഇതുണ്ടായിരുന്നു, സത്യം തുറന്ന് പറച്ചിലൊക്കെ. ഒരുപാട് ആൾക്കാർ എന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ഞാനൊന്നിനും നിന്ന് കൊടുത്തിട്ടില്ല. ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടായിരുന്നു. ഓക്കെ, അങ്ങനെ വന്നപ്പോഴാണ് പുള്ളിയുടെ ഒരു കസിൻ, അതായത് സ്വന്തം അനിയത്തിയുടെ മോള് തന്നെ കൊണ്ട് പുള്ളിക്കെതിരെ കേസ് അങ്ങ് കൊണ്ട് കൊടുത്തു. 16-ാമത്തെ വയസ്സിൽ സിനിമാക്കാർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കേസ് അങ്ങ് കൈവിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അവർ ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അല്ല, ഒരാഴ്ച മുമ്പ് കണ്ട്. പക്ഷേ ഇന്നലെ അതങ്ങ് തള്ളിക്കളഞ്ഞ്. അപ്പോൾ ചേച്ചിയെ ഫ്ലാറ്റിൽ ഇപ്പോൾ പോലീസുകാരൊക്കെ തപ്പി വരുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. പിന്നെ ഇൻസ്റ്റയിലും ഈ പറയുന്ന ഫേസ്ബുക്കിലൊക്കെ പുള്ളിയുടെ റീൽസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, തൂണെ പിടിച്ച് കറങ്ങുന്നതും. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ആ വോയിസും കാര്യങ്ങളൊക്കെ വെക്കാം. അതിനു മുമ്പേ ചേച്ചി കുറച്ച് നടന്മാരുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം. Unexpectedly hugged me from the behind. When I turned, it was Jay Surya, and even he kissed me forcefully. Vidavella Babu, Mukesh, and Maniam Balaraju, and Jay Surya are the villains in Malayalam film industry. Villains are Jay Surya. ഹംബോ ചേച്ചിയുടെ ലിസ്റ്റിലില്ലാത്ത ആൾക്കാരല്ല. ജയസൂര്യ മുതൽ മുകേഷ്. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ബാലേന്ദ്രനെ കുറിച്ച് പറഞ്ഞു ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാം മെയിനായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മീഡിയയിലെ ഈ ന്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല വലുതായിട്ട്. കാരണം എന്താ, അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയാലോ, മനാഫ്, അർജുൻ്റെ ഫാമിലി, ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഈ ന്യൂസ് 1-2 ചാനലിൽ ജസ്റ്റ് ഒന്ന് വന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂടുതലും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിതിനെ എടുത്ത് സംസാരിക്കുന്നുള്ള കാര്യം. പക്ഷേ ഇവരെ എവിടെയാണെന്ന് ഒരു പിടുത്തം ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഒളിവിലാണോ, അത് അവിടാണോ ഇവിടാണോ എന്നൊരു പിടുത്തില്ല. പക്ഷേ ഇൻസ്റ്റയിലൊക്കെ നല്ല ആക്റ്റീവാണ്. ഈ പറയുന്ന ഈ ഫേസ്ബുക്കിലൊക്കെ അവർ പോസ്റ്റും കാര്യങ്ങളും അവർ റീലും ഒക്കെ ചെയ്യാറുണ്ട്. ചേച്ചിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. എന്തായാലും ഞാൻ ആ ന്യൂസ് ഒന്ന് വെച്ചുതരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി. നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത്. ഈ പരാതിയിലാണ് ഇപ്പോൾ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. രജനി, മുകേഷ് അടക്കമുള്ള സിനിമാ നടന്മാർക്കെതിരെ പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച നടിയാണ് ഇപ്പോൾ പോക്സോ കേസിൽ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ആ അപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഏതാനും കഴിഞ്ഞ ദിവസം ഇത് ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസെന്ന് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ഇന്ന് പരിശോധിച്ച ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയുടെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, കേസിന്റെ ഗൗരവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവരുടെ കസിൻ തന്നെ കൊടുത്തതാണ്. എന്തായാലും നല്ല രീതിയിൽ ചേച്ചിക്ക് പണി കിട്ടിയിട്ടുണ്ട്. കുറേ കഥകൾ, ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ കഥകൾ, സ്വന്തം കുടപ്പുറപ്പിൻ്റെ ഇതിരുന്നൊക്കെ അങ്ങ് FB കൂടെ അങ്ങ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പിടിച്ചു നിൽക്കണ്ടേ. അവസാനം നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പോലീസൊക്കെ ഫ്ലാറ്റ് ഇങ്ങനെ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ തന്നെ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് ഞാനിവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക. മിനു മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് കയറി ഇറങ്ങുകയാണ്. ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ക്രൈം ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അവരെ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് അവരൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ ആരായിരുന്നു അത്, അവരുടെ ഒരു
പെർമനന്റ് വിസിറ്റർ ആയിരുന്നു അവരുടെ ഫ്ലാറ്റിൽ പാതിരാത്രികളിൽ BMW-യിലും ബെൻസിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരായിട്ട് ഉടക്കി കഴിഞ്ഞപ്പോൾ എന്നത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞ് അവർ കേസ് കൊടുത്തു. പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ബിൽഡിങ്ങിന്റെ വിസിറ്റർ ലോഗ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്? അവരുടെ വിസിറ്റർ അവരെ പല പ്രാവശ്യം വന്നേക്കുന്നു, അവര് താഴെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം CCTV വിഷ്വൽസ് ഉണ്ട്. ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നും ക്രൈം ബ്രാഞ്ചിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ഇതിന്റെ എല്ലാം വിഷ്വൽസ് എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണ് മിനു മുനീറിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തോന്നിയത് അവര് പറയുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയായിരിക്കും ഇവരുടെ വണ്ടിയിൽ കയറാൻ, ഇവരെ വണ്ടിയിൽ കയറ്റാനായിട്ട്. കാരണം നാളെ അവരെയും പീഡിപ്പിച്ചു എന്നും പറഞ്ഞു കൊടുക്കും. അവര് വളരെ തോന്നിവാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ, നാട്ടുകാരെ ആണെങ്കിലും നൈബേഴ്സ് ആണെങ്കിലും ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ, നമ്മൾ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഈ നാട്ടുകാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആ ഫ്ലാറ്റിലേക്കുള്ള വഴിയിൽ എപ്പോ നോക്കിയാലും മീഡിയ പേഴ്സൺസും മീഡിയ ക്യാമറാസും പോലീസും ബഹളമൊക്കെ ആയിട്ട് സത്യത്തില് ഞങ്ങൾ ഈ നൈബർഹുഡിലുള്ള ആൾക്കാരുടെ സ്വസ്ഥമായ ജീവിതം ഈ സ്ത്രീ തകർത്തേക്കുകയാണ്. അപ്പോ സാധാരണക്കാരനെയും ഇവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുവാണ്. അല്ലാതെ സിനിമാക്കാരെ മാത്രമല്ല, ഇവരുടെ ആയിട്ട് സഹകരിച്ചിട്ടുള്ളവരെ മാത്രമല്ല, ഇവരെ കണ്ടുപരിചയം പോലും ഇല്ലാത്തവർക്കും സ്ഥിരം ഇവരൊരു തന്നെ ഫ്ലാറ്റിൽ ഉപദ്രവമാണ്. ഒരാൾ വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലും കൊണ്ട് കേസ് കൊടുത്തു. കൊള്ളാം. ഇപ്പം പുള്ളി പറഞ്ഞു കേട്ടില്ല, ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ കയറാൻ പോലും പേടിയാണ്, ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയാന്നാ പറയുന്നത്. ഇവരൊരു എന്താ പറയണ്ടേ, ഒരു ശല്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നോ. ഇപ്പം പുള്ളിയെ അവിടെ ഒന്നും കാണാറില്ല. പിന്നെ എന്താ പറയാ, പോലീസ് എന്തായാലും നല്ല പണി കൊടുക്കാൻ ചാൻസ് കൂടുതലാണ്. പഠിക്കട്ടെ, എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ. കാരണം ചുമ്മാ വന്നിട്ട് 10 കുറ്റങ്ങൾ ഓക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്. രണ്ടുപേരും സമ്മതിച്ച് ചെയ്തിട്ട് ഒരു സമയത്ത് വന്നിട്ട് ഒരുമാതിരി ഈ വർത്തമാനം പറയുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമല്ല. ഇവർക്ക് 2 ഡോസിൻ്റെ ഓറുണ്ട്. പോലീസ് അറസ്റ്റ് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നൊക്കെയുണ്ട്. എവിടെയോ ഒളിച്ചിരുന്ന് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഇപ്പോഴത്തെ കേരള പോലീസിന് സിസ്റ്റവും ഇല്ല ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള എവിടാന്നൊക്കെ. നോക്കട്ടെ. എന്തായാലും നമുക്ക് ഇവരുടെ ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും തരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ന്യൂസിൽ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അർജുൻ വിഷയമൊക്കെ നടക്കുന്നുണ്ടാന്ന് തോന്നുന്നു, ഇതൊന്നും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ട്രെൻഡിങ്ങിനോടൊപ്പം പോകാനല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാം. ലവ് യു ഓൾ.